പ്രശ്നമുണ്ട്. ചുരുളമുടിയുള്ള എല്ലാവരും ടെററിസ്റ്റ്, നെക്സലറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അടിപിടി ഉണ്ടാക്കുന്ന ആൾക്കാരെന്നുള്ള ഒരു MDMA ലുക്കാണ് എനിക്ക്. മുടി അങ്ങനെ കെട്ടാൻ തുടങ്ങി. അപ്പം +2 വരെ വീട്ടിലും കുടുംബക്കാരും നാട്ടുകാരും ചോദിച്ചു എനിക്ക് ഏതോ മുസ്ലിം ചെക്കനുമായിട്ട് പ്രണയമാണ്. ചെയ്ത സിനിമകളിൽ എനിക്ക് അറിയില്ല എൻ്റെ വർക്ക് എത്രത്തോളം ആളുകളിലേക്ക് കൺവേ ആയിട്ടുണ്ടെന്നുള്ളത്. കാരണം ഈവൻ എബി എന്ന് പറയുന്ന സിനിമ പോലും കുറെ പ്രശ്നങ്ങളുടെ ഇടയിൽ അതങ്ങ് പോയി. +2 വരെയൊക്കെ ഞാൻ എപ്പോഴും മുടി നന്നായിട്ട് ചീവിട്ട് വലിച്ച് കെട്ടും, എന്നിട്ട് ഞാൻ തട്ട വിട്ടിട്ടാണ് നടക്കുക. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് മെറീന മൈക്കിളാണ്. വെൽക്കം. താങ്ക് യു. വിവേകാനന്ദൻ വൈറലാണ്. അതൊക്കെ കണ്ടപ്പോൾ തന്നെ കുറേ റിവ്യൂസിനകത്ത് പറഞ്ഞതാണ് മെറീന ലൈക്ക് ആസ് യൂഷ്വൽ ആ ഒരു ബോൾഡ് ആ ഒരു ഇതാണെന്ന്. അപ്പോൾ കൂടുതലും അത്തരത്തിലുള്ള റോൾസ് വരുമ്പോൾ ആളുകൾക്ക് അതൊരു റിപ്പീറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ റിവ്യൂസ് വരാറുണ്ടോ ഇതേപോലെ? എന്നെ സംബന്ധിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ 30 മൂവീസോളം ചെയ്തു. പക്ഷെ ചെയ്ത സിനിമകളിൽ എനിക്ക് അറിയില്ല എൻ്റെ വർക്ക് എത്രത്തോളം ആളുകളിലേക്ക് കൺവേ ആയിട്ടുണ്ടെന്നുള്ളത്. കാരണം ഈവൻ എബി എന്ന് പറയുന്ന സിനിമ പോലും കുറെ പ്രശ്നങ്ങളുടെ ഇടയിൽ അതങ്ങ് പോയി. പിന്നെ ഹാപ്പി വെഡിങ് ആണ് വന്നത്. അപ്പൊ ഹാപ്പി വെഡിങ് ഞാൻ സത്യം പറഞ്ഞാൽ ആ സീൻ ചെയ്യുമ്പോൾ അത് ഇത്രയും വൈറലാണെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അത് കുറച്ച് ബോൾഡ് സീനാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ചങ്സ് ചെയ്തു. ആ സിനിമ ഹിറ്റ് ആയതുകൊണ്ടും ആ സീൻ ആളുകൾ ശ്രദ്ധിച്ചു, ലാൽ സാറിനെ അടിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ഒരു ബോൾഡ് അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ, ഒന്ന് പറഞ്ഞാൽ രണ്ടിന് തർക്കുത്തരം പറയുന്ന ഒരു ക്യാരക്ടറിൽ എപ്പോഴും ലോക്ക്ഡാണ്. പിന്നെ ബേസിക്കലി മുടിയുടെ ഒരു പ്രശ്നമുണ്ട്. ചുരുളമുടിയുള്ള എല്ലാവരും ടെററിസ്റ്റ്, നെക്സലറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അടിപിടി ഉണ്ടാക്കുന്ന ആൾക്കാരെന്നുള്ള ഒരു MDMA ലുക്കാണ് എനിക്ക്. ഒറ്റ വാക്കിൽ പറയണമെന്നുണ്ടെങ്കിൽ അപ്പം അതിൽ ഞാൻ ലോക്ക്ഡാണ്. അപ്പൊ ഇതിപ്പം ഈ സിനിമ അതിൽ നിന്നൊരു ബ്രേക്ക് ത്രൂ ആണ്. വേറൊരു ലുക്കും വേറൊരു അഹങ്കാരി. അതെ 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 അതെ. അതുകൊണ്ട് കുട്ടികളൊന്നും സംസാരിക്കാൻ പറ്റില്ല, പേടിയാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാല് പണ്ട് മുതലേ ഈ ഒരു ചുരുളമുടി ഈ ഒരു മോഡേൺ ലുക്കിലൊക്കെ നടക്കുമല്ലോ. നമ്മള് ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോ അപ്പൊ ഇതേപോലെ ആളുകൾ എന്തെങ്കിലും കമന്റ്സ് ഒക്കെ അടിക്കാറുണ്ടോ? ഇല്ലെന്നേ. ഞാൻ എൻ്റെ എനിക്ക് പറയുകയാണെങ്കിൽ ഒരു +2 വരെയൊക്കെ ഞാൻ എപ്പോഴും മുടി നന്നായിട്ട് ചീവിട്ട് വലിച്ച് കെട്ടും, എന്നിട്ട് ഞാൻ തട്ട വിട്ടിട്ടാണ് നടക്കുക. അതെനിക്ക് എൻ്റെ മുടി ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറെ പേര് എന്നെ ചുരുളി എന്ന് വിളിച്ചൊക്കെ കളിയാക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ബുള്ളിങ് ആയിട്ട് അന്ന് തോന്നുന്നത്. കാരണം മുടിയിൽ ഇഷ്ടപ്പെടേണ്ട ഒരു ഫാക്ടറും ഇല്ല. അമ്മയാണെങ്കിൽ നന്നായിട്ട് എണ്ണ ഇട്ട് 2 സൈഡ് പിന്നിട്ടിട്ടൊക്കെ ഞാൻ സ്കൂളിൽ പോണത്. പിന്നെ അഴിച്ചു ഇടുമ്പോൾ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ആൾക്കാർ കളിയാക്കുക. അതൊക്കെ നമ്മൾ കുഞ്ഞിലേ ഉള്ള ആൾക്കാർ തരുന്ന സഹായങ്ങളാണ്. ആൾക്കാരെ സഹായിച്ച് പിന്നെ ഞാൻ മുടി അങ്ങനെ കെട്ടാൻ തുടങ്ങി. അപ്പം +2 വരെ വീട്ടിലും കുടുംബക്കാരും നാട്ടുകാരും ചോദിച്ചു എനിക്ക് ഏതോ മുസ്ലിം ചെക്കനുമായിട്ട് പ്രണയമാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഏട്ടായിയുടെ മോളായിട്ട് നടക്കുന്നു കുറെ കാലം വിചാരിച്ചു. പിന്നീട് അങ്ങോട്ട് മോഡലിംഗ് ചെയ്ത സമയത്ത് ഭയങ്കര ആഡ് ഓൺ ആയിരുന്നു. പിന്നീടാണ് നമുക്ക് ഈ കേളികൾ റുട്ടീനൊക്കെ പിടികിട്ടിയത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവര് ചിലപ്പോ തമാശക്കൊക്കെ വിളിക്കുന്നത് ചെറിയ മൈൻഡിൽ അത്ര ഇതായോണ്ടായിരിക്കും ഈ തട്ടൊക്കെ. പിന്നെ അത് ശരിക്കും ചെറിയ ഏജിലൊന്നും നമ്മളടുത്ത് അങ്ങനെയൊന്നും ആളുകൾ പറയും. പിന്നെ അത് നമുക്ക് കപ്പാസിറ്റി ഉണ്ടോന്ന് അറിയില്ലല്ലോ. ഞാനൊക്കെ കുറച്ച് വീക്കായിരുന്നു ആ കാര്യത്തിൽ. അല്ലെങ്കിൽ എനിക്കൊന്ന് എത്രയോ വർഷം ഞാൻ എന്റെ മുടി കാണിച്ചിട്ടില്ല. എപ്പോഴും ഈ തട്ടിട്ടിട്ട് നടക്കാം. ഇത് എത്ര വയസ്സ് മുതലാ ഈ തട്ട്? എനിക്ക് ഒരു 7ാം ക്ലാസ്. അയ്യോ, ആ ഒരു ടീനേജ് മൊത്തം അങ്ങനെ കളഞ്ഞു. ശരിക്കും അങ്ങനെ നടന്നു. എന്നെ അറിയുന്നവർക്ക് അറിയാം അങ്ങനെ. പിന്നെ ഞാൻ മുടി പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഏരിയ മാത്രം സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള തട്ടെടുമ്പോ ബാക്കി മുടി കാണില്ലല്ലോ. ഓ, സ്കൂളിലൊക്കെ അങ്ങനെയായിരുന്നു പോകുന്നത്. ഓക്കെ. അപ്പൊ വീട്ടിലെന്താ ചോദിക്കും? നമ്മള് വീട്ടിലങ്ങനെ വെറുതെ സമ്മതിക്കില്ലല്ലോ ഇങ്ങനെ തട്ടൊക്കെ ഇട്ടിട്ട് പോകാനായിട്ട്. ആ വീട്ടിലുള്ളവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും പ്രേമാണെന്നുള്ളത്. എന്നോട് നീ തട്ടിട്ട് പോകുന്നത്, എന്തിനാ തട്ടിട്ട് പോകുന്നത്? ഞാനപ്പോ എനിക്ക് ഇഷ്ടമായിട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. പിന്നെ അമ്മയും പപ്പയൊന്നും അങ്ങനെ വലിയ കൺട്രോൾ ചെയ്യുന്ന അത്ര ബോധം ചെയ്യുന്ന ഒരാൾക്കാരല്ല. ഭയങ്കര ചിൽ മനുഷ്യന്മാരാ. ഈ നാട്ടുകാരും ബാക്കിയുള്ള ആൾക്കാരോട് പ്രശ്നം. അപ്പൊ ഈ മുടിയുടെ കാര്യം നമ്മളിപ്പോ ഭയങ്കര ശരിക്കും ഇത് മാനേജ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ? ആ സമയത്ത് ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി നമുക്കത് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിന്റെ എഫേർട്ട് കേളി ഹെയർ ഉള്ള ആളുകൾക്ക് അറിയായിരിക്കും. ഭയങ്കര എനിക്ക് പ്രശ്നം സിനിമകൾ വരുമ്പോഴാണ്. സിനിമയിലെ റോളുകൾ വരുമ്പോൾ ഇപ്പം നമ്മുടെ സിനിമയിൽ തന്നെ ഇതിന്റെ ഡയറക്ടർ ആണെങ്കിലും ടീമിലെ ആളുകളാണെങ്കിലും മാറി ഒന്ന് ചിന്തിച്ചത് കൊണ്ടും ഇത് ഇന്ന ആളെ ഇങ്ങനെ കാസ്റ്റ് ചെയ്താൽ ബെറ്റർ ആയിരിക്കുമല്ലോ എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ബാക്കി ആളുകൾ വിചാരിക്കുന്നത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് സമയം എടുക്കുന്ന. അതെ. അപ്പം ഇതിനൊക്കെ ഈസി മെത്തേഡ്സ് ഉണ്ട്. നമുക്കൊരു എക്സ്റ്റൻഷനോ വിഗോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത്
ചെയ്യാം. ഈസി ആയിട്ട്. പക്ഷെ എന്തോ ആളുകൾക്ക് അങ്ങനെ കാണാനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതുവരെയുള്ള ചെയ്ത സിനിമകളൊക്കെ ഇങ്ങനെ കുറച്ച് ബോൾഡാണ്. ദെൻ എപ്പോഴായിരുന്നു അപ്പോൾ ഈ മോഡലിങ്ങിലോട്ടാണ്, മോഡലിംഗ് ആണ് എൻ്റെ കരിയർ, കാരണം ഇത്രയും ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരാളായിരുന്നു എന്ന് പറഞ്ഞു. ആ ആൾക്ക് ലൈക്ക് ഇപ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്കും അപ്പോൾ അതൊരു പ്രചോദനമായിരിക്കുമല്ലോ, ഒരുപാട് ഇൻസെക്യൂരിറ്റീസിൽ കിടക്കുന്ന ആളുകൾക്ക്. എനിക്ക് ബാധ കയറിയ പോലെയായിരുന്നു. ബിക്കോസ് എനിക്ക് അതുവരെ ഒരു കാര്യം അങ്ങനെ ഞാനൊരു സ്റ്റേജിൽ കയറിയിട്ടില്ല. ഞാൻ 5ാം ക്ലാസ് വരെ പാട്ടൊക്കെ പാടുമായിരുന്നു. വെച്ചാൽ പ്രൊഫഷണലി പഠിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ 4th സ്റ്റാൻഡേർഡ് വരെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വരും. എന്തെങ്കിലും യൂത്ത് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകും, ഓഫീസ് റൂമിൽ കൊണ്ടുപോകും, പാട്ട് പഠിപ്പിക്കും. എന്നെ എല്ലാത്തിലും പുഷ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ചെയ്യണത്. 5ാം ക്ലാസ് മുതൽ ഒരു 10ാം ക്ലാസ് +2 വരെ ഒന്നും ഞാൻ ഒരൊറ്റ സ്റ്റേജിൽ കയറിയിട്ടില്ല. ഞാൻ ആ സ്കൂളിൽ പോയിട്ട് അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ലൈക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റേജിലൊന്നും കയറിയിട്ടില്ല. എനിക്കൊരു കാര്യം, ഒരു പ്രസംഗമൊക്കെ പഠിച്ചിട്ടൊരു പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ പറയാന്ന് പറയുന്നത് ചിലപ്പോൾ എൻ്റെ BP ഒക്കെ ലോ ആവും. അത്ര ടെൻഷനുള്ള കാര്യമാണ്. ഇപ്പോഴും അതെ കേട്ടോ, എനിക്കൊരു പ്രസംഗമൊന്നും പഠിച്ചിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ റാമ്പ് വാക്ക് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അതിനൊക്കെ ട്രെയിനിങ് ഒക്കെ തന്നപ്പം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കയറി. ഇതുവരെ ഞാൻ ഒതുക്കി പിടിച്ച കാര്യങ്ങളെല്ലാം പിന്നെ നമുക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണല്ലോ. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്, വീട്ടിൽ നിന്ന് ആൾക്കാരുണ്ട്. ഇപ്പോൾ മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡാലു എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനർ ഉണ്ടായിരുന്നു. അപ്പോൾ ഹി വാസ് ദെയർ, ഒരു മെന്റർ പോലെ. ഇപ്പോൾ സിനിമകൾ ചെയ്യുകയാണെങ്കിലും നമ്മളെ കൂടെ നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന സിനിമയിലാണ് ഞാൻ കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പം അവരുടെ ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ. പിന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഈ 12th വരെയുള്ള ഈ ഒരു അങ്ങനത്തെ ഒരു ലൈഫിൽ നിന്ന് ഡയറക്റ്റ് ഈ പറയുന്ന മോഡലിംഗ് ആ ഒരു കരിയറിലോട്ട്, അപ്പോൾ അത് എൻ്റർലി ഡിഫറെന്റ്, വേറൊരു ലോകം, വേൾഡാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ലൈക്ക് ഫ്ലോണ്ട് ഇറ്റ് എന്നൊരു മൈൻഡിലോട്ട് വരുന്നത്, അതിപ്പോൾ ആരായിരുന്നു കൂടുതൽ ഇൻസ്പയർഡ് ആയത്? ആരെങ്കിലും ലൈഫിൽ ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ റെസ്ട്രിക്ഷൻ ഞാൻ പറഞ്ഞില്ല, വളരെ കുറവുള്ള ആളാണ് ഞാൻ. അപ്പം ഞാൻ 5ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് കാത് കുത്തുന്നത്, ഫസ്റ്റ് കാത് കുത്തുന്നത്. അതായത് എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഒരു ഇപ്പൊ കുട്ടികളൊക്കെ കൊണ്ടുപോയി നമ്മൾ കാത് കുത്തൂല, അത് കെയറിങ്ങിന്റെ ഭാഗമല്ല കേട്ടോ ഞാൻ പറയണത്. വേണ്ടെങ്കിൽ വേണ്ട, കുട്ടി അങ്ങനെ. അപ്പം എനിക്കൊരു 5ാം ക്ലാസ്സിലാണ് എൻ്റെ പപ്പയുടെ പെങ്ങള് പോയിട്ടാണ് എന്നെ കൊണ്ട് കാത് കുത്തിക്കുന്നത്. ഇത് പെൺകുട്ടിയല്ലേ, ഇത് കാതൊക്കെ കുത്തണ്ടേന്ന് പറഞ്ഞിട്ടാണ് കാത് കുത്തിക്കുന്നത്. പിന്നെ ഞാൻ 10ാം ക്ലാസ് വരെ ചറവറ കുത്തി പിന്നെ ഒരു 6 സ്റ്റഡ്സ് ഉണ്ട്. അപ്പൊ എന്റെ ഇഷ്ടമൊക്കെ ഞാൻ അങ്ങനെ തീർത്തിട്ടുണ്ട്. അപ്പം മുടിയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ എനിക്ക് മോഡലിംഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം TV ഒക്കെ ഞാനിപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് ഐദർ V ചാനലൊക്കെ കാണും. ഞാൻ ഹിന്ദി പാട്ട് എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഒന്നങ്ങനെ, അല്ലെങ്കിൽ ഫാഷൻ TV കാണാം എൻ്റെ വീട്ടിൽ. അതിനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം പണ്ട് നമ്മൾ കാണുന്നത് ഈ റാമ്പും ഈ ഫാഷൻ മൂവിയൊക്കെ ആ സമയത്ത് ഇറങ്ങണത്. അപ്പം കങ്കണയൊക്കെ മറ്റേ കേളി ഹെയർ, അപ്പം കേളി ഹെയർ കൊള്ളാം, നല്ലതാണെന്നൊക്കെ നമുക്ക് തോട്ട് വരുന്നതൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോഴാണല്ലോ. അപ്പം ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി തന്നെയാണ്. വീട്ടുകാർ ആദ്യമേ നമ്മളെടുത്ത് എല്ലാത്തിനും നോ പറഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് വീട്ടുകാർ തന്നെയാണ്. ഭയങ്കര സപ്പോർട്ട്, ഒന്നും പറയാനില്ല, നല്ല പാരന്റിങ് ആയിരുന്നു. അപ്പോൾ ഇപ്പൊ നോർമലി ആളുകൾക്ക് ഈ പറയുന്ന ഒരു സോക്കോൾഡ് അഹങ്കാരം അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നു എന്നുള്ളൊരു ഫീൽഡാണ്. അതായത് പണ്ടത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ റിലേറ്റീവ്സിന് അതൊക്കെയാണ് ഈ പറയുന്ന മോഡലിംഗ്. അപ്പൊ ആ സമയത്ത് ഇതേപോലെയുള്ള ഷെയ്മിങ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. ഞാൻ ബോദർ ചെയ്യാറുണ്ടായിരുന്നില്ല. ഞാൻ പണ്ടേ അങ്ങനത്തെ കാര്യങ്ങൾ ബോദർ ചെയ്യാറില്ല. പിന്നെ ഏറ്റവും കൂടുതൽ പപ്പയുടെ അടുത്തും അമ്മയുടെ അടുത്തും കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇന്നൊരു വർക്ക് ചെയ്യാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഫോട്ടോഷൂട്ട് ചെയ്യാണ്, അതിന്റെ റിസൾട്ട് അവർ കാണും. ഇതൊരു മാഗസിൻ ആയിട്ടോ ഒരു ആഡ് ആയിട്ടോ ഒക്കെ അവർ കാണുന്നുണ്ട്, അവർക്ക് അറിയാം ഓക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യത്തെ സമയത്തൊക്കെ കുറെ സിനിമയ്ക്കും എല്ലാത്തിനും അമ്മയൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഹെൽപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്, ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആലോചിച്ചു എല്ലാ ദിവസം ഇപ്പൊ ഒരു 10-15 ദിവസം ഷൂട്ടുണ്ട്. ഇപ്പൊ മുംബൈ ടാക്സി എന്നൊക്കെ പറയുന്ന സിനിമയിൽ അമ്മ വന്ന് ഇങ്ങനെ ഇരിക്കായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അമ്മയ്ക്ക് ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ ഇരിക്കും. പിന്നെ ഞാൻ ഓർത്തോലേക്ക് ഇങ്ങനെ ഇരുത്തുന്നതും ഒരു മോശമല്ലേ. ആദ്യത്തെ 2-3 സിനിമ കഴിഞ്ഞു എവിയിലൊക്കെ അമ്മ വന്നിട്ടുണ്ട് കൂടെ. അപ്പം പിന്നെ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്ത് കുഴപ്പമില്ല. പിന്നെ എനിക്കൊരു അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടാണ് ബേസിക്കലി. അപ്പോൾ അവൻ അസിസ്റ്റ് ചെയ്യുന്ന ഒരു പയ്യനാണ്, അവന് കുട്ടി എഡ്വിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 6-7 ഇയേഴ്സോളം അവൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അങ്ങനെ മെറീന ഇപ്പൊ മൊത്തത്തിൽ 13 മൂവീസ് എന്ന് പറഞ്ഞാൽ പോലും ഒരു 13 മൂവീസ് മാത്രം ചെയ്ത ഒരാളാണ് നമുക്ക് തോന്നുന്നില്ല. അത്രയും ഫേസ് ഫെമിലിയർ ആണ്. അതെന്തുകൊണ്ടായിരിക്കും അത്? എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത റോളുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരിക്കുന്നതെല്ലാം ഈ കോമഡി റിലേറ്റഡ് ആയിട്ടുള്ളതാ. ഒന്ന് അമർ അക്ബർ ആന്റണിയിലെ കടുവായ കിടുവ പിടിക്കുന്നത്, സോഫിയുടെ ഇൻസ്റ്റഗ്രാം ഐഡിയ ചെയ്താ.
പിന്നെ ലാൽ സാറിനെ ഇടിക്കുന്നത്, ഈ സാധനങ്ങളൊക്കെ കുറെ ഈ വർഷങ്ങൾ കഴിയുന്തോറും ഈ ട്രോളിലും മീംസിലൊക്കെ എന്തെങ്കിലും ആയിട്ട് ഇതുണ്ടാവും. ഇത് ഒരു ട്രോൾ പോസ്റ്റർ പോലെയൊക്കെ ഈ ബസ്സിലുള്ള സീനൊക്കെ അല്ലേ. അപ്പൊ മേ ബി അതുകൊണ്ടായിരിക്കണം ഫേസ് വാല്യൂ വന്നിട്ടുള്ളത്. പക്ഷെ കുറെ പേർക്ക് എന്റെ പേര് മെറീന ആണെന്ന് ഇപ്പോഴും അറിയില്ല. ഇല്ല, അത് എനിക്ക് തോന്നുന്നു എന്റെ വളരെ ബാഡ് PR ആയതുകൊണ്ടായിരിക്കണം എന്റെ പേരും ഇപ്പോഴും സോഫിന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. സോഫിന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വിളിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ അമർ അക്ബർ അന്തോണിക്ക് ശേഷം പിന്നീട് ഇന്ദ്രജിത്തേട്ടനെ കാണുന്നത് ഈ സിനിമയിലാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഒരു ഈ അമർ അക്ബർ അന്തോണിയിൽ എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ വന്നോ? ഇല്ല, ഞാൻ ആക്ച്വലി പെട്ടെന്നല്ലേ ഇയേഴ്സ് കടന്നു പോയത്. അപ്പം പിന്നീട് നമ്മൾ കാണുമ്പം കുറച്ച് ഏജ്ഡ് ആയി, രണ്ടുപേരും ഡിഫറെന്റ് സോണിൽ നിൽക്കുന്നു. പിന്നെ എനിക്ക് എങ്ങനെ ആളുടെ അടുത്ത് സംസാരിക്കണം എന്നറിയില്ല. ആ സമയത്തും അത് തന്നെയായിരുന്നു കേട്ടോ ആദ്യമായിട്ടൊരു സ്റ്റാർ. കാരണം പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ അത്രയും ആർട്ടിസ്റ്റുകളെ കാണുന്ന ഒരു സിനിമ ആയിരുന്നു അമർ അക്ബർ ആന്റണി. അതിൽ ഫസ്റ്റ് കോമ്പിനേഷൻ തന്നെ ഇന്ദ്രന്റെ കൂടെ 2 സീനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഓക്കെ, നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഇച്ചിരി കുറഞ്ഞു, കൺട്രോൾഡ് ആയി. കാരണം നമ്മളിപ്പോൾ സിനിമ ചെയ്ത് കുറച്ചങ്ങ് എക്സ്പീരിയൻസ് ആയല്ലോ. അപ്പൊ കാണുമ്പം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ററാക്ട് ചെയ്യാൻ ഈസി ആയിരുന്നു. അപ്പൊ നമ്മളൊരു സീൻ ചെയ്യുമ്പോൾ ഇതിൽ അങ്ങനെ കുറച്ച് സീനുകളുണ്ട്. അപ്പം നമ്മൾ സംസാരിച്ച് കംഫർട്ടബിൾ ആക്കി, യു കംഫർട്ടബിൾ എന്നൊക്കെ ചോദിച്ചിട്ടാണ് സീനൊക്കെ ഓരോന്നും കമ്പോസ് ചെയ്തത്. അപ്പം അത് എനിക്ക് തോന്നുന്നു മുമ്പേ പരിചയം ഉള്ളത് കൊണ്ട് അത് ഇച്ചിരി ഗുണമായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു പാനിക് സീൻ വരും. അതെ. അപ്പൊ ഈ മൂവിയാണ് എന്റെ കരിയർ, ആ ഒരു തീരുമാനം എടുത്തത് ഏത് സ്റ്റേജിലായിരുന്നു? അത് എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴും ആ തീരുമാനം എടുത്തിട്ടില്ല. ബിക്കോസ് എനിക്കറിയില്ല. കാരണം ഭയങ്കര അൺസർട്ടൺ ആണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാല്. നമുക്കതിൽ സർവൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊന്നും ഒരു ഇതുമില്ല. അപ്പം ലാസ്റ്റ് ഇയർ വിവേകാനന്ദന്റെ പ്രൊമോഷൻ ചെയ്യുമ്പോഴാണ് എന്നോട് ആങ്കർ ചെയ്യാൻ വന്നവർ പറയുമ്പോഴാണ് 10 ഇയേഴ്സോളം ആയി സിനിമയിൽ. ഞാൻ മോഡലിംഗ് ഒരു 3 ഇയേഴ്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമ ചെയ്ത് തുടങ്ങുന്നത്. അപ്പം മേ ബി ഒരു 7th or 8th ഇയർ ആയിരിക്കും ഇത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് സിനിമയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് നമുക്കൊരു ഓൺ ആൻഡ് ഓഫ് ഒരു ഫേസ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഇപ്പോഴും ഇതെൻ്റെ ഒരു കരിയർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഐ ഡോണ്ട് നോ. സിനിമകൾ വന്ന് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. ഇന്ദ്രേട്ടനൊക്കെ എനിക്ക് തോന്നുന്നു 100ാമത്തെ പടമല്ലേ, ഇനി ഒരു പടം കൂടെ വന്നാൽ 100ാമത്തെ പടം. 20 വർഷമായി ഉള്ളി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ